കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 45 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയെ അമ്മയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ അഷ്ടോത്തരങ്ങളിലെ ഓരോ നാമങ്ങളും 108 പ്രാവശ്യം വച്ച് ജപിച്ച് ആരാധിക്കുകയാണ്. ഈ 108 ദിവസങ്ങളിൽ ഉള്ള അമ്മയുടെ ആരാധന നമ്മുടെ എല്ലാ പാപങ്ങളും നീക്കി നമുക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതത്തിന് കാരണമാകുന്നതാണ്. അപ്പം അതിനായി ഈ ലോക നന്മയ്ക്കായിട്ട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം ഭക്തമനസ്സുകൾക്കായി അമ്മ തന്നെ മനസ്സിൽ ഇങ്ങനെയൊരു ഉപാസന പദ്ധതി ലോക നന്മയ്ക്കായി ചെയ്യണം എന്നുള്ള ഉള്ളിലിരുന്ന് അമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ഉപാസന പദ്ധതി ആരംഭിച്ചത്. ഇത് ഇങ്ങനെയുള്ള അറിവുകൾ എല്ലാ ഭക്തമനസ്സുകൾക്കും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു നിയോഗമാണ്. ഈ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിയോഗം പോലെ തന്നെ കേൾക്കുക എന്നുള്ളതും അമ്മയുടെ ഒരു നിയോഗമാണ്. കാരണം ആധ്യാത്മിക വിദ്യ എന്ന് പറയുന്നത് വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. രഹസ്യ സ്വഭാവം എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആരോടും പറയാൻ പാടില്ല എന്നുള്ളതല്ല, പറഞ്ഞാലും അറിയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും രഹസ്യ സ്വഭാവമുള്ള ഈ ഒരു മന്ത്ര ഉപാസന, അമ്മയുടെ അഷ്ടോത്തര ജപം ചെയ്ത് അമ്മയെ ആരാധിക്കുന്ന ഈ ഒരു രീതി, ഇത് വളരെ ഗുഹ്യമാണ്, വളരെ രഹസ്യമാണ്. ഇത് അമ്മ അനുവദിക്കുന്ന ഭക്തമനസ്സുകൾക്ക് മാത്രമാണ് ഈ ഒരു കാര്യം അനുഷ്ഠിക്കാനായിട്ട്, അമ്മയുടെ തിരുനാമ ജപം കേൾക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു അനുഗ്രഹം, അമ്മയുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സംരക്ഷണം, ആ ഒരു സംരക്ഷണ കവചം നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ടാണ് നമുക്ക് അമ്മയുടെ ഈ തിരുനാമം പറയാനും കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത്. കാരണം ഒരു ഭക്തൻ്റെ അഭീഷ്ടത്തിനായിട്ട് ആണ്, അതുപോലെ തന്നെ ചൊല്ലുന്ന ഒരു മന്ത്ര ഉപാസനയാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇഹപരമായിട്ടുള്ള ഈ ജീവിതത്തിൽ ഒരു ഭക്തന് വേണ്ട എല്ലാവിധ ശ്രേയസ്സിനും അതുപോലെ തന്നെ പരത്തിലെ ഭക്തൻ്റെ ആത്മപ്രാപ്തിക്കും ഒക്കെ ഒരേപോലെ ഉപകരിക്കുന്ന ആ ഒരു മന്ത്രങ്ങളാണ് നാം ജപിച്ച് അത് ശ്രവിച്ച് കീർത്തിച്ച് ഉപാസിക്കുന്നത്. എല്ലാ ഭക്തമനസ്സുകൾക്കും നല്ലത് വരട്ടെ. ഇത് കേൾക്കാൻ സാധിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അമ്മമാർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജപം ആരംഭിക്കാം. പതിവ് പോലെ തന്നെ ഭഗവാനെയും അമ്മയെയും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആധ്യാത്മിക സബര്യ തുടരാം. ഭഗവാന്റെ സാന്നിധ്യം ഉള്ളിടത്ത് മാത്രമേ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അമ്മയെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പോൾ എപ്പോഴും ആ ഭഗവാന്റെ ഒരു ശ്രീമത്തായിട്ടുള്ള, ആ ശ്രീയുടെ ഇരിപ്പിടമായിട്ടുള്ള ആ ഭഗവാനെ എപ്പോഴും മനസ്സിൽ സ്മരിക്കണം. ഭഗവാനല്ലാതെ നമുക്ക് മറ്റൊരു രക്ഷയില്ല. കാരണം നമ്മുടെ ഈ ഒരു സംസാരം എന്ന് പറയുന്നത് അത്ര ദുഷ്കരമാണ്, അല്ലേ? ആ ഒരു സംസാര സാഗരം എന്നാണ് പറയുന്നത് ആചാര്യന്മാർ. അപ്പോൾ ഈ ഒരു സാഗരത്തെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു വഞ്ചിയാണ് നമ്മുടെ ഈ ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേഹത്തിൽ ഒരു വഞ്ചിയിൽ ഒരു ദ്വാരം ആണ് ഇടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയെങ്കിൽ ഈ മനുഷ്യനാണെങ്കിൽ, അപ്പോൾ ആ ഒരു ദ്വാരത്തിൽ കൂടി വെള്ളം കയറിയാൽ തന്നെ ആ വഞ്ചി മുങ്ങിപ്പോവും. പക്ഷേ ഈ മനുഷ്യനാകുന്ന ഈ വഞ്ചിക്ക് 9 ദ്വാരങ്ങളാണുള്ളത്. അപ്പോൾ ഈ 9 ദ്വാരങ്ങളിലൂടെയും
വെള്ളം കയറും. അതായത് ചിത്തവൃത്തികൾ, പല രീതിയിലുള്ള ചിത്തവൃത്തികൾ വീണ്ടും വീണ്ടും ജനന മരണ ആ ഒരു സംസാര ചക്രത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കും അമ്മയുടെ ഉപാസന എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മളെ നേർവഴിക്ക് നടത്തിക്കൊള്ളും. നാം ഒരു തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാത ഒരല്പം വഴുതി മാറിയാൽ പോലും അമ്മ അതിൽ നിന്ന് നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത്, അതുപോലെ തന്നെ സാക്ഷാൽ ലോകമാതാവായിട്ടുള്ള ലോകജനനിയായിട്ടുള്ള അമ്മ മഹാലക്ഷ്മി ദേവിയും ഭഗവാൻ നാരായണനും നമുക്ക് എല്ലാവിധ സാന്നിധ്യവും സാമീപ്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം അരുളുന്നതാണ്. എപ്പോഴും ഭഗവാന്റെ തിരുനാമജപം, വിഷ്ണു സഹസ്രനാമമൊക്കെ എല്ലാ ദിവസവും വീട്ടിൽ ജപിക്കുന്നത് വളരെ 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 അത്യുത്തമമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ, അതായത് നാം എവിടെ ചെന്നാലും വിജയിക്കുന്ന, നമ്മുടെ തടസ്സങ്ങളെല്ലാം നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും. അത് ഇപ്പോൾ ഇന്ന് ചൊല്ലി നാളെ അതിന് ഫലം കിട്ടണം എന്നാരും വിചാരിച്ചിട്ട് കാര്യമില്ല. മഹാവിഷ്ണു ഭഗവാന്റെ ഉപാസനയൊക്കെ നമ്മൾ കുറച്ച് കാലങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്കതിനുള്ളൊരു ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ എല്ലാവരും ഹൃദയത്തിൽ സ്മരിക്കുക. ഇത് കുറച്ച് ദിവസം കേട്ടിട്ട് അല്ലെ കുറച്ച് ദിവസം ജപിച്ചിട്ട് ഇത് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാതിരിക്കുക. അത് ഏതൊരു ആണെങ്കിലും തുടർന്നു പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത്. പണ്ട് ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ഒന്നും ഉപദേശിക്കുകയില്ലായിരുന്നു. കുറേ വർഷങ്ങളോളം ഗുരുവിൻ്റെ കൂടെ നടന്ന് ഗുരു പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത്, ഗുരുവിൻ്റെ വീട്ടുജോലികളും എല്ലാം ചെയ്ത് അവസാനം ഈ ശിഷ്യൻ പാകപ്പെട്ടു, അല്ലെങ്കിൽ അതിന് ഒരു മനസ്സായി എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ആ ഗുരുനാഥൻ ആ ശിഷ്യനായിട്ട് അംഗീകരിക്കുന്നതും ഗുരുനാഥൻ ശിഷ്യന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നതും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭഗവാനും. നാം എങ്ങനെയൊക്കെ ആയാൽ നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചു പോകുമോ എന്നൊക്കെ ഭഗവാൻ നോക്കും. ഒരുപക്ഷെ നമ്മുടെ ഈ ഉപാസനയെ തടസ്സപ്പെടുത്താൻ മറ്റ് ശക്തികൾ പോലും മുതിർന്നു എന്ന് വരാം. ചിലപ്പോൾ ദേവന്മാർ പോലും നമ്മളുടെ ഉപാസനയെ തടസ്സപ്പെടുത്തി എന്ന് വരാം. അപ്പം അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരിക, ഓരോ ദിവസത്തെ ഉപാസനയും കൈക്കൊള്ളുക, ഭഗവാൻ അനുഗ്രഹിക്കും എന്ന് ഉറപ്പ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാനെയും ഭഗവതി അമ്മയെയും ഒരുമിച്ച് ഉപാസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജപം ആരംഭിക്കാം. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഇന്നത്തെ അമ്മയുടെ തിരുനാമം 46-ാം ദിവസത്തെ ഉപാസനാ മന്ത്രം എന്ന് പറയുന്നത് ഓം പത്മമുഖി നമഃ എന്നുള്ളതാണ്. ഓം പത്മമുഖി നമഃ എന്നുള്ള തിരുനാമമാണ് ഉപാസിക്കുന്നത്. എല്ലാവരും ഇത് ജപിക്കുക ആണെങ്കിൽ ഓം എന്നുള്ളത് കുറച്ച് ദീർഘമായിട്ട് തന്നെ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് വളരെ ആന്തരികമായിട്ടുള്ള പരിശുദ്ധി നമുക്കുണ്ടാക്കും. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ ആ ഓം ദീർഘമായിട്ട് ബ്രീത്തെടുത്ത് അങ്ങനെ ദീർഘമായിട്ട് ഓം ഉച്ചരിച്ച് ജപിക്കുന്നതൊക്കെ വളരെ വലിയ ഫലം പ്രദാനം ചെയ്യുന്നതാണ്. നമ്മുടെ ജപം ആരംഭിക്കുകയാണ്. ഓം പത്മമുഖേ നമഃ. 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 ഓം പത്മമുഖേ നമഃ.
ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മമുഖ്യേ നമഃ.
ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. ഓം പത്മമുഖേ നമഃ. എല്ലാ ഭക്തമനസ്സുകൾക്കും അമ്മയുടെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.